ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PAC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് രാഷ്ട്രപതിയെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ആരാണ് രാഷ്ട്രപതി. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തലവനെയാണ് രാഷ്ട്രപതി എന്ന് പറയുന്നത്. രാഷ്ട്രത്തിൻ്റെ തലവനാണ് രാഷ്ട്രപതി. എന്നാൽ കേന്ദ്രമന്ത്രിസഭയുടെ തലവനല്ല. കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രിയാണ്. രാഷ്ട്രത്തിൻ്റെ തലവൻ, ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ, അങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ആരെയാണ്? രാഷ്ട്രപതിയെയാണ്. രാഷ്ട്രത്തിൻ്റെ തലവൻ, ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ, ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ എന്നെല്ലാം അറിയപ്പെടുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. നമ്മൾ പറഞ്ഞു രാഷ്ട്രത്തിൻ്റെ പ്രഥമ പൗരനും കേന്ദ്ര എക്സിക്യൂട്ടീവിൻ്റെ തലവനുമാണ് രാഷ്ട്രപതി. രാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 52 നമ്മുടെ ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാഷ്ട്രമായതിനാൽ തന്നെ രാജ്യത്തിന് ഒരു രാഷ്ട്രപതി വേണമെന്ന് ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. എന്നാൽ രാഷ്ട്രത്തിൻ്റെ തലവൻ രാഷ്ട്രപതി ആയാൽ കൂടി ആ രാഷ്ട്രപതിക്ക് അദ്ദേഹത്തിൻ്റെ ചുമതലകൾ ചെയ്യുന്നത് ആരുടെ നിർദ്ദേശമനുസരിച്ചാണ് എന്ന് ചോദിച്ചാൽ കേന്ദ്ര മന്ത്രിസഭയുടെ നിർദ്ദേശമനുസരിച്ചിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനുവേണ്ടി രാഷ്ട്രപതി തൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി, ചുമതലകൾ ചെയ്യാൻ വേണ്ടി, അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയാണ് എന്തുള്ളത്? പ്രധാനമന്ത്രിയും കേന്ദ്ര മന്ത്രിസഭയുള്ളത്. ഇതിന് വ്യക്തമായിട്ട് അതായത് ആർട്ടിക്കിളിൽ വരുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞ് കുഴപ്പിക്കേണ്ടവരാണ് ഇങ്ങനെ പറഞ്ഞത്. രാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ ചുമതലകളിൽ സഹായിക്കുന്നതിനും ഉപദേശിക്കുന്നതിനുമായി പ്രധാനമന്ത്രി അധ്യക്ഷനായ ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കും. ആ മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് മാത്രമാണ് രാഷ്ട്രപതി പ്രവർത്തിക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഇന്ത്യ നമുക്കറിയാം ഒരിക്കലും ഒരു രാജാധിഭരണം ഉള്ള രാജ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ഇദ്ദേഹമാണ് ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം ആരുടെയും ഉപദേശവും ഇല്ലാതെ അല്ലെങ്കിൽ ആരെയും പരിഗണിക്കാതെയോ ആരുടെ അനുവാദമില്ലാതെയോ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് മാത്രമാണ് രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രപതി ആരാണ്? രാഷ്ട്രത്തിൻ്റെ തലവൻ, ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ, ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ എന്നെല്ലാം അറിയപ്പെടുന്ന രാഷ്ട്രപതിയാണ്. എന്നാൽ കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. രാഷ്ട്രപതിയെ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ സഹായിക്കുന്നതിനും ഉപദേശിക്കുന്നതിനുമായാണ് പ്രധാനമന്ത്രി അധ്യക്ഷനായ ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കുന്നത്. മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമാണ് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നത്. ഇനി രാഷ്ട്രപതിയെ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നമുക്ക് രാഷ്ട്രപതിയുടെ യോഗ്യതകൾ അറിയണ്ടേ? ആ യോഗ്യതയുണ്ടെങ്കിൽ മാത്രമല്ല അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ യോഗ്യതകൾ എന്താണ്? ഒന്നാമത്തത്, അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. ഇന്ത്യൻ പൗരനായ ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആവാൻ സാധിക്കുകയുള്ളൂ. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. നമുക്കറിയാം ലോകസഭ, രാജ്യസഭ, അങ്ങനെ ഓരോന്നിലേക്കും സംസ്ഥാന നിയമസഭ, അങ്ങനെ ഓരോന്നിലേക്കും നമുക്ക് തെരഞ്ഞെടുപ്പിലേക്ക് പങ്കെടുക്കണം പറഞ്ഞ ഓരോ ഏജ് പറയുന്നുണ്ട്. ആ ഏജ് പൂർത്തിയായാൽ മാത്രമേ നമുക്ക് ആ സ്ഥാനത്തിലേക്ക് മത്സരിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ 35 വയസ്സ് പൂർത്തിയായാൽ മാത്രമേ പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് ഒരു വ്യക്തിക്ക് പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് മത്സരിക്കാൻ കഴിയൂ. അങ്ങനെ ഏതൊരു വ്യക്തിക്കും 35 വയസ്സായാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല എന്നാണ്. മൂന്നാമതൊരു യോഗ്യത ഉണ്ട്. ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യതയുണ്ടായിരിക്കണം. എന്താണ്? ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു രാഷ്ട്രപതിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള യോഗ്യതകളിൽ ഒന്നാണ് 35 വയസ്സ് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞത്. അതിന് നോക്കിയാൽ രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ എത്ര പ്രായം വേണം എന്ന് ചോദിച്ചാൽ അത് 30 വയസ്സാണ്. രാജ്യസഭാ അംഗമാകാനുള്ളതിന് പ്രായം 30 വയസ്സാണ്. ലോകസഭാ അംഗമാവുന്നതിനുള്ള ഇതൊക്കെ കുറഞ്ഞ പ്രായമാണ് കേട്ടോ പറയുന്നത്. കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 25 വയസ്സാണ്. അതുപോലെ തന്നെ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യതയുണ്ടായാൽ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് മത്സരിക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തിയാവരുത്. അതായത് കേന്ദ്രത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭരണത്തിന് കീഴിൽ ഒരിക്കലും ആദായങ്ങൾ വഹിക്കുന്ന ഒരു വ്യക്തിയാവരുത് എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അത് എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ അത് നമുക്കൊന്ന് വ്യക്തമായി പറഞ്ഞിട്ട് പോവാം.
ഭാരത സർക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ പ്രാദേശിക സർക്കാർ, ഏതൊരു സർക്കാർ, പൊതുവായി വരുന്ന അധികാര സംവിധാനങ്ങൾ അങ്ങനെ ഏതിനും കീഴിലും അദ്ദേഹം ഉദ്യോഗം വഹിക്കുന്ന ആളാവരുത്. അതുപോലെ ഒരാൾ രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ ഗവർണറോ അങ്ങനെ ഏതെങ്കിലും മന്ത്രിയോ ആണെന്ന കാരണത്താൽ ആദായകരമായ ഏതെങ്കിലും ഉദ്യോഗം വഹിക്കുന്നതായി കണക്കാക്കപ്പെടില്ല. ഇതെന്താ പറയുന്നത് എന്ന് വെച്ചാൽ, ഒരാൾ രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ എന്തെങ്കിലും സംസ്ഥാനത്തിൻ്റെ ഗവർണറോ യൂണിയനിലെ ഏതെങ്കിലും സംസ്ഥാനത്തിലെ മന്ത്രിയോ ആണെന്ന കാരണത്താൽ ആദായകരമായ ഏതെങ്കിലും ഉദ്യോഗം വഹിക്കുന്നതായി കണക്കാക്കപ്പെടുന്നില്ല. ഇങ്ങനെയുള്ള ആളാണെന്ന കാരണത്താൽ ആദായകരമായി എന്ത് വഹിക്കും എന്ന് പറയണില്ല, ഉദ്യോഗം വഹിക്കും എന്ന് പറയില്ല. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞത് ഭാരത സർക്കാർ അല്ലെ ഏതെങ്കിലും സർക്കാരിന് കീഴിൽ ആദായകരമായ ഉദ്യോഗം വഹിക്കുന്നത് എന്നാണ് പറഞ്ഞത്. എന്നാൽ അത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ മന്ത്രി എന്ന നിലയിൽ വരില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ യോഗ്യത നേടുന്ന ഒരാൾക്ക് മത്സരിക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേറെ ഒന്നുകൂടി പറയേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ രാഷ്ട്രപതിയിൽ ഒരാൾക്ക് മത്സരിക്കണം പറഞ്ഞാൽ മിനിമം 50 മെമ്പർമാരെങ്കിലും ഇദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്യണം. അതുപോലെ 50 മെമ്പർമാരെങ്കിലും ഇദ്ദേഹത്തെ പിന്താങ്ങുകയും ചെയ്യണം. പിന്നെ ഏതൊരു ഇലക്ഷനിലും പോലെ അതുപോലെ ഇവരുടെ ഇലക്ഷൻ നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാഷ്ട്രപതിയുടെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ നമുക്കറിയാലോ, ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അവിടെ റിസർവ് ബാങ്കിൽ ഇദ്ദേഹം നിക്ഷേപിക്കണം. എത്രയാണെന്ന് ചോദിച്ചാൽ 15,000 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിക്ഷേപിക്കണം. എത്രയാണ്? 15,000 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിക്ഷേപിക്കണം. പക്ഷേ ഇതിപ്പോഴാണ് 50 മെമ്പർമാർ അതുപോലെ 15,000 രൂപ ആയിട്ടുള്ളത്. 1997 വരെയും ഇതിൻ്റെ എണ്ണം എങ്ങനെയാണ് പറഞ്ഞാൽ 10 പേര് പിന്താങ്ങിയാൽ മതി, 2,500 രൂപ ഡെപ്പോസിറ്റ് പണം അടിച്ചാൽ മതി എന്നിങ്ങനെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. രാഷ്ട്രപതി പാർലമെന്റിന്റെ ഇരു സഭകളിലും സംസ്ഥാന സഭകളിലും അംഗമാവാൻ പാടില്ല. ഒരാൾ ഇപ്രകാരം സഭകളിൽ അംഗമായിരിക്കെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ രാഷ്ട്രപതി സ്ഥാനം ഏൽക്കുന്നതോടെ എന്ത് ചെയ്യണം? ആ സ്ഥാനം അദ്ദേഹം രാജിവെക്കണം. അതായത് രാഷ്ട്രപതി ഏതൊരു ഇതിലും ഗവൺമെന്റിന്റെ കീഴിലും വർക്ക് ചെയ്യാൻ പറ്റില്ല, മന്ത്രി സഭകളിലും ഉണ്ടാവാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനുണ്ടെങ്കിൽ അതെല്ലാം രാജിവെക്കണം. ആദായകരമായി എന്തെങ്കിലും അദ്ദേഹം പ്രവൃത്തി ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ അതെല്ലാം നിർത്തിവെക്കണം. 35 വയസ്സായിരിക്കണം. ലോകസഭയിൽ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യത വേണം. ഇന്ത്യൻ പൗരനായിരിക്കണം. ഇതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ. അതിനുശേഷം അദ്ദേഹം രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രപതി ഭവനം യൂസ് ചെയ്യാം. വസന്തി രാഷ്ട്രപതി ഭവൻ ഉപയോഗിക്കാം. അതിന് പ്രത്യേകിച്ച് വാടകയൊന്നും നൽകേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, അദ്ദേഹത്തിന് വേതനവും അദ്ദേഹത്തിന് ഒരു രാഷ്ട്രപതിക്ക് കിട്ടേണ്ട എല്ലാ പരിഗണനകളും കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന വേതനം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലയളവ് കഴിയുന്നതിനുള്ളിൽ കുറയ്ക്കാനൊന്നും ചുരുക്കാനൊന്നും ഗവൺമെൻറ്റിന് അധികാരമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നോക്കാം. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? നമ്മൾ ജനങ്ങളാണോ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്? അല്ല അല്ലേ, അങ്ങനെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? സാധാരണ ഇന്ത്യയിൽ നിലനിൽക്കുന്ന പ്രത്യക്ഷ രീതിയല്ല, പരോക്ഷ രീതിയിലാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. എങ്ങനെ? പരോക്ഷ രീതിയിലാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതിനുവേണ്ടി ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ട്. നമ്മൾ ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പും രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റും നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ വ്യത്യാസമുള്ളത് നമുക്ക് അങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യത കൂടുതലാണ്. എന്താണ് ഇലക്ട്രൽ കോളേജ് എന്ന് ചോദിച്ചാൽ, പാർലമെൻറ്റിലെ 2 സഭ ഏതൊക്കെയാണ്? രാജ്യസഭ, ലോകസഭ. ഈ 2 സഭകൾ കൂടാതെ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാന നിയമസഭകളും പിന്നെ നമ്മുടെ ഡൽഹി, പുതുച്ചേരി എന്നീ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ നിയമസഭകളിലെ അംഗങ്ങൾ, ഇവരെല്ലാവരും അടങ്ങുന്നവരാണ് ഈ ഇലക്ട്രൽ കോളേജിലുള്ളത്. ആരൊക്കെയാണ്? രാജ്യസഭ, ലോകസഭ, സംസ്ഥാന നിയമസഭകൾ, ഡൽഹി, പുതുച്ചേരിയിലെ നിയമസഭയിലെ അംഗങ്ങൾ എല്ലാവരുമാണ് ഈ ഇലക്ട്രൽ കോളേജിലുള്ളവർ. എന്നാൽ നമ്മൾ പറയും ഈ ലോക്സഭ രാജ്യസഭയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ എല്ലാ വ്യക്തികളുമല്ല, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ മാത്രമാണ്, നാമനിർദ്ദേശം ചെയ്തവരല്ല. കാരണം നാമനിർദ്ദേശം അവരെ ചെയ്യുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ് അല്ലേ. അപ്പം ആ വ്യക്തികൾ ഒഴികെ
ബാക്കിയുള്ള എല്ലാവർക്കും കൂടി എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ കഴിയും. അതിന് നമുക്കറിയാം ഓരോ സംസ്ഥാനങ്ങളിലും ഈ MP MLA മാരുടെ എണ്ണം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഈ നമ്മുടെ UP-യിലുള്ള അംഗസംഖ്യയല്ല നമ്മുടെ കേരളത്തിലുള്ളതല്ല ഗോവയിലും സിക്കിമിലൊക്കെ ഉള്ളത്. അപ്പോൾ അത് വ്യത്യാസമല്ലേ? അങ്ങനെ നോക്കി പറഞ്ഞാൽ ഈ വോട്ട് മൂല്യം കറക്റ്റ് ആവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ യൂണിയനും സംസ്ഥാനങ്ങൾക്കും ഇടയിൽ തുല്യത വരുത്താനും അതുപോലെ സംസ്ഥാനങ്ങൾ തമ്മിൽ തന്നെ ഈ എല്ലാ സംസ്ഥാനങ്ങളും തമ്മിൽ തന്നെ ഒരു ഐക്യരൂപം നിലനിർത്താനും ഉതകുന്ന തരത്തിൽ ഒരു പ്രത്യേക രീതിയിലാണ് ഇവർ വോട്ടുകൾ കണക്കാക്കുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ MLA മാരുടെ വോട്ട് മൂല്യം ഇവർ കണക്കാക്കുന്നത് സംസ്ഥാനത്തെ മൊത്തം ജനസംഖ്യ, ഇപ്പം നമ്മുടെ കേരളം എടുത്താൽ കേരള സംസ്ഥാനത്തെ മൊത്തം ജനസംഖ്യ ഡിവൈഡഡ് ബൈ സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇൻറ്റു 1/1000 ആണ്. അങ്ങനെ സംസ്ഥാനത്തെ മൊത്തം ജനസംഖ്യ ഡിവൈഡഡ് ബൈ സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇൻറ്റു 1/1000. ഇനി MP-യുടെ വോട്ട് മൂല്യം എങ്ങനെയാണ് അവർ കാണുന്നത്? ഈ മൊത്തം സംസ്ഥാനങ്ങളിലെ MLA മാരുടെ ആകെ വോട്ട് മൂല്യം, മൊത്തം സ്റ്റേറ്റിലെ MLA മാരുടെ ആകെ വോട്ട് മൂല്യം ഡിവൈഡഡ് ബൈ പാർലമെന്റിലെ മൊത്തം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം ഇൻറ്റു 1/1000. ഇങ്ങനെയാണ് ഇവർ MLA മാരുടെയും MP മാരുടെയും വോട്ട് മൂല്യം കണക്കാക്കുന്നത്. ഇങ്ങനെ വോട്ട് മൂല്യം ചെയ്തിട്ട് അതിൽ കേവല ഭൂരിപക്ഷം കിട്ടുന്ന ആരാണോ അവരാണ് രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിയെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? പരോക്ഷമായ രീതിയിലാണ്, ഒറ്റ വോട്ട് വഴിയാണ്, ആനുപാതിക പ്രാതിനിധ്യം വഴിയാണ്. അതിൽ കേവല ഭൂരിപക്ഷം ലഭിക്കുന്ന ആൾ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുന്നു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങൾ വരികയാണ്, ഇത് തിരഞ്ഞെടുക്കപ്പെട്ടത് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ വരും എന്ന് വന്നാൽ അതിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതി ആയിരിക്കും. ആരാണ്? സുപ്രീം കോടതിയാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കുന്നത്. ഇനി ഇങ്ങനെ പല കാരണങ്ങളാൽ സുപ്രീം കോടതി ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ അസാധുവായി പ്രഖ്യാപിച്ചു. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷമാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ അസാധുവായി പ്രഖ്യാപിച്ചു എന്ന് വെച്ചോളൂ. അങ്ങനെയുള്ളപ്പോൾ അതിന് മുമ്പ് വരെ രാഷ്ട്രപതി ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പല ബില്ലുകൾ കൊണ്ടുവന്നിട്ടുണ്ടാകും, ഭേദഗതി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും അസാധുവാക്കത്തില്ല. കാരണം നമുക്കറിയാം അങ്ങനെ എന്തെങ്കിലും അദ്ദേഹം ചെയ്യണം പറഞ്ഞാൽ അത് കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്കറിയാലോ. അങ്ങനെ ചെയ്ത കാര്യങ്ങളൊന്നും അസാധുവാക്കത്തില്ല. എന്താണ് അസാധുവാക്കപ്പെടുകയുള്ളൂ? രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് മാത്രമാണ് അസാധുവാക്കപ്പെടുകയുള്ളൂ. അടുത്തത്, അപ്പോൾ നമ്മൾ ഇലക്ട്രൽ കോളേജ് പറഞ്ഞു, അതിലത്തെ വ്യക്തികൾ ആരാണെന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വോട്ട് മൂല്യം, MLA-യുടെ വോട്ട് മൂല്യം, MP-യുടെ വോട്ട് മൂല്യം പറഞ്ഞു, രാഷ്ട്രപതിയുടെ യോഗ്യതകളും പറഞ്ഞു. ഇനി അടുത്തത് രാഷ്ട്രപതിയുടെ പ്രതിജ്ഞ. നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപതിക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ മേൽനോട്ടത്തിലാണ് രാഷ്ട്രപതി പ്രതിജ്ഞ ചെയ്യുന്നത്. അങ്ങനെ പ്രതിജ്ഞ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാരണത്താൽ ചീഫ് ജസ്റ്റിസ് ഇല്ലാതെ വന്നാൽ അദ്ദേഹത്തെ പോലെ ഏറ്റവും ഉയർന്ന യോഗ്യതയുള്ള മുതിർന്ന ജഡ്ജിയുടെ സാന്നിധ്യത്തിലായിരിക്കാം എന്ത് ചെയ്യുക? സത്യപ്രതിജ്ഞ ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമുക്ക് സത്യപ്രതിജ്ഞ നോക്കാം. വിശ്വാസത്തോടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുമെന്നും തൻ്റെ കഴിവിൻ്റെ പരമാവധി ഭരണഘടനയും നിയമം പാലിക്കുകയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്നും ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിനും അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും സ്വയം സന്നദ്ധയോടെ പ്രവർത്തിക്കുമെന്നും ദൈവനാമത്തിൽ അല്ലെങ്കിൽ സഗൗരവം ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്നതാണ് രാഷ്ട്രപതിയുടെ പ്രതിജ്ഞ എന്ന് പറയുന്നത്. അടുത്തത് രാഷ്ട്രപതിയുടെ കാലാവധി. രാഷ്ട്രപതിയുടെ കാലാവധിയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നമ്മുടെ രാഷ്ട്രപതിയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ് രാഷ്ട്രപതിയുടെ കാലാവധി. അദ്ദേഹം ഏത് ഡേറ്റിലാണോ ഭരണത്തിൽ കയറിയത് 5 വർഷം കഴിഞ്ഞ് അന്ന് തൊട്ട് 5 വർഷം കഴിയുന്ന അതുവരെയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അദ്ദേഹം രാജിക്കത്ത് കൊടുക്കുന്നത് ആർക്കാണെന്ന് വെച്ചാൽ ഉപരാഷ്ട്രപതിക്കാണ്. അദ്ദേഹം എന്ത് ചെയ്യുക? രാഷ്ട്രപതി രാജിക്കത്ത് നൽകുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. അദ്ദേഹത്തിന് ഏത് സമയം വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഒഴിയും. അതായത് 5 വർഷം കഴിഞ്ഞാൽ മാത്രമേ ഭരണത്തിൽ നിന്ന് ഇറങ്ങാവൂ എന്നൊന്നും നിയമമില്ല. അദ്ദേഹത്തിന് ഏത് സമയത്താണോ ഈ 5 വർഷത്തിന് മുന്നേ അദ്ദേഹത്തിന് രാജിവെക്കാൻ തോന്നുകയാണെങ്കിൽ ആ രാജിക്കത്ത് അദ്ദേഹത്തിന് ഉപരാഷ്ട്രപതിയെ നൽകിക്കൊണ്ട്
രാജി വെക്കാവുന്നതാണ്. അങ്ങനെ ഇതിൽ മുൻപ് അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാരണം കൊണ്ടാണ് 5 വർഷത്തിന് മുമ്പ് എന്ത് ചെയ്യാം, നമുക്ക് അദ്ദേഹത്തെ ഇംപീച്ച്മെന്റിലൂടെയെല്ലാം പുറത്താക്കാൻ കഴിയും. അതുപോലെ ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതലാണ് എത്ര തവണ വേണമെങ്കിലും രാഷ്ട്രപതി ആവാനും കഴിയും. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് 5 വർഷം കാലാവധി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പുതിയ രാഷ്ട്രപതി എത്തിയിട്ടില്ലെങ്കിൽ അതുവരെയും കൂടി അദ്ദേഹത്തിന് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, രാഷ്ട്രപതി സ്ഥാനത്ത് തുടരാം. രാഷ്ട്രപതി സ്ഥാനത്ത് ഒഴിവ് വരുന്നത് ഏതൊക്കെ കാരണം കൊണ്ടാണ് പറഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുമ്പോഴോ, അല്ലെങ്കിൽ അദ്ദേഹം സ്വയം രാജിവെക്കുമ്പോഴോ, അല്ലെങ്കിൽ ഇംപീച്ച്മെന്റിലൂടെ അദ്ദേഹത്തെ പുറത്താക്കുമ്പോഴോ. അപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ സ്വയം രാജിവെക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇംപീച്ച്മെന്റിലൂടെ പുറത്താക്കുക, മരണപ്പെടുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തുടരാൻ യോഗ്യനല്ല എന്ന് സുപ്രീം കോടതി, അല്ലെങ്കിൽ അയോഗ്യനാക്കപ്പെടുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിനെ അസാധുവാക്കുക, അങ്ങനെയുള്ള കാരണം കൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിന് രാഷ്ട്രപതി സ്ഥാനത്തിന് ഒഴിവ് വരത്തുള്ളൂ. അങ്ങനെ ഒഴിവ് വരുമ്പോൾ എന്താവും, ആ സ്ഥാനം 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം. ആ 6 മാസം അതിലേക്ക് തുടരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ, രാഷ്ട്രപതിയുടെ അസാന്നിധ്യത്തിൽ ആ സ്ഥാനത്ത് തുടരുന്നത് ഉപരാഷ്ട്രപതി ആയിരിക്കും. നമ്മൾ പറഞ്ഞു, ഈ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഈ 5 വർഷം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് വൈകുകയാണെന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്ത് രാഷ്ട്രപതിക്ക് തന്നെ തുടരാൻ കഴിയും. അങ്ങനെയുള്ള സമയങ്ങളിലൊന്നും ഉപരാഷ്ട്രപതിക്ക് ചുമതലകൾ നിർവഹിക്കാൻ കഴിയില്ല. അതായത് ഈ 5 കൊല്ലം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാരണത്താൽ വൈകിയാൽ ആ പിൻഗാമി സ്ഥാനമേൽക്കുന്നതിന് വരെ നിലവിലെ രാഷ്ട്രപതിക്ക് ആ സ്ഥാനത്ത് തുടരാനാവും. ഇത്തരം അവസരങ്ങളിൽ ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കാൻ സാധിക്കില്ല. അതുപോലെ മരണം, രാജി, പുറത്താക്കൽ, എന്നീ കാരണങ്ങളിൽ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക സ്ഥാനത്ത് ഒഴിവ് വന്നാൽ ആ ദിവസം മുതൽ 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം. നമ്മൾ പറഞ്ഞു 6 മാസത്തിനുള്ളിൽ രാഷ്ട്രപതി സ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടത്തണം. പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രപതിക്ക് അദ്ദേഹം സ്ഥാനമേൽക്കുന്ന ദിനം മുതൽ 5 വർഷം വരെ, അത് നമ്മൾ രാഷ്ട്രപതിയുടെ കാലാവധി പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5 വർഷം വരെയാണ് തൽസ്ഥാനത്ത് തുടരാനാവുന്നത് എന്ന് പറഞ്ഞത്. അതുപോലെ പല കാരണങ്ങളാലും നമ്മൾ പറഞ്ഞു, മരണം, രാജി, പുറത്താക്കൽ, അങ്ങനെ പല കാരണങ്ങളാലും രാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നവരെ ഉപരാഷ്ട്രപതിയാണ് രാഷ്ട്രപതി സ്ഥാനം നിർവഹിക്കുന്നു എന്ന് പറഞ്ഞത്. എന്നാൽ ഇത് കൂടാതെ തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രപതിയുടെ എന്തെങ്കിലും ഒരു അസാന്നിധ്യത്തില് രോഗമൊക്കെ കാരണങ്ങളാലും രാഷ്ട്രപതി ഇല്ലാതെ ആയാൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് വരാൻ പറ്റാതെ കഴിഞ്ഞാൽ അപ്പോഴും ഉപരാഷ്ട്രപതി തന്നെയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കുന്നത്. ഇനിയിപ്പോൾ രാഷ്ട്രപതിയും ഇല്ല ഉപരാഷ്ട്രപതിയും ഇല്ല പറഞ്ഞാൽ മാത്രമാണ് ചീഫ് ജസ്റ്റിസിന് ആ പദവി, ആ സ്ഥാനം നിറവേറ്റാനാവുന്നത്. ഇനിയിപ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനവും ഒഴിവില്ലെങ്കിലോ സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജി, ഇത്രയും വരത്തില്ല, ഇനി ഇല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന ജഡ്ജി ആയിരിക്കും എന്ത് ചെയ്യുക, ആ സ്ഥാനം വഹിക്കുന്നത്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ എന്ത് നോക്കാം, നീക്കം ചെയ്യൽ, എങ്ങനെയാണ് രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നത് എന്ന് പറയാം. നമ്മൾ പറഞ്ഞു ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ രാഷ്ട്രപതിയെ നീക്കം ചെയ്യാനാവുള്ളൂ എന്ന് പറയുന്നു. എന്ത് കാരണത്താലാണെന്ന് ചോദിച്ചാൽ അതൊരു ഭരണഘടനാ ലംഘനം എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അതിന് വ്യക്തമായ ഒരു നിർവചനമൊന്നും ഭരണഘടന നൽകുന്നില്ല. ഭരണഘടനാ ലംഘനം കാരണം രാഷ്ട്രപതിയെ നീക്കം ചെയ്യാന്ന്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ രാഷ്ട്രപതി സ്ഥാനത്തിരിക്കുകയെന്ന് പറഞ്ഞാല് അദ്ദേഹത്തിനെതിരെ ഒരു നിയമ നടപടികളോ ക്രിമിനൽ നടപടികളോ അദ്ദേഹത്തെ തടവിലാക്കാനോ ജയിലിലടക്കാനോ ഒന്നും പറ്റില്ല. അങ്ങനെ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും കേസോ നടപടിയോ വരുവാണ് പറഞ്ഞാൽ ഒരു 2 മാസം മുമ്പ് തന്നെ അദ്ദേഹത്തിന് അറിയിപ്പ് നൽകേണ്ടതുണ്ട്. അത് രാഷ്ട്രപതിയുടെ ഒരു ആനുകൂല്യമാണ്. ഓക്കെ, നമുക്കിനി രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിനെ കുറിച്ച് നോക്കാം. എങ്ങനെയാണ് ഇംപീച്ച്മെന്റ്? അതായത് ആദ്യം അദ്ദേഹത്തിന് ഇംപീച്ച്മെന്റിലൂടെ പുറത്താക്കാൻ ഉദ്ദേശിക്കുകയാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു സഭയിൽ എന്ത് ചെയ്യണം, ഒരു പ്രമേയം അവതരിപ്പിക്കണം. എടുപടിയിൽ അദ്ദേഹത്തെ ഒരു രാജിക്കത്ത് കൊടുത്ത് നമുക്ക് പുറത്താക്കാൻ കഴിയില്ല. അതിനൊക്കെ അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. അപ്പൊ ആദ്യം ഏതെങ്കിലും ഒരു സഭയിൽ പ്രമേയം പാസ്സാക്കണം. അങ്ങനെ സഭയിൽ ആരോപണം ഉന്നയിക്കണമെങ്കിൽ സഭയിലെ 4/1 അംഗങ്ങൾ ഒപ്പുവെക്കണം. അപ്പോൾ വേഗം കയറി സഭയിൽ അവതരിപ്പിക്കാനും കഴിയില്ല. സഭയിലെ 4/1 അംഗങ്ങൾ ഒപ്പുവെക്കണം. അങ്ങനെ ഒപ്പുവെക്കും വേണം. അങ്ങനെ ഒപ്പുവെക്കുന്നതിന് 14 ദിവസം മുമ്പ് രാഷ്ട്രപതിക്ക് അറിയിപ്പ് നൽകണം.
അങ്ങനെ അറിയിപ്പ് നൽകിയതിനു ശേഷം തുടർന്ന് ആക്ഷേപ വിചാരണ പ്രമേയം സഭയിൽ അവതരിപ്പിച്ച് സഭയുടെ അംഗസംഖ്യയുടെ 2/3 ഭൂരിപക്ഷത്തോടെ പാസ്സാക്കണം. അപ്പൊ ആദ്യം 1/4 അംഗങ്ങൾ ഒപ്പുവെക്കണം, 14 ദിവസം മുമ്പ് രാഷ്ട്രപതിക്ക് അറിയിപ്പ് നൽകണം, 2/3 ഭൂരിപക്ഷത്തോടെ പാസ്സാക്കണം. ആ സഭയിൽ ഇതെല്ലാം ആദ്യത്തെ ഒരു സഭയിൽ പാസ്സാക്കിയതിനു ശേഷം അടുത്ത സഭയിലേക്ക് പോകും. ആ സഭയിൽ നിന്നും ഈ രാഷ്ട്രപതിയെ കുറിച്ചുള്ള ആരോപണങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം അങ്ങനെ അന്വേഷിക്കുമ്പോൾ രാഷ്ട്രപതിക്ക് അദ്ദേഹത്തിന്റെ ഭാഗം ന്യായീകരിക്കാനും സ്വയം പ്രതിരോധിക്കാനുമുള്ള അധികാരം കൂടിയുണ്ട്. അങ്ങനെ രണ്ടാം സഭയിലെ അംഗസംഖ്യയിലും 2/3 ഭൂരിപക്ഷത്തോടെ ഇത് പ്രമേയം പാസാക്കിയാൽ രാഷ്ട്രപതി ഔദ്യോഗിക സ്ഥാനത്തിൽ നിന്നും പുറത്താക്കാവുന്നതാണ്. രാഷ്ട്രപതി എന്നാണ് ആ രണ്ടാം സഭയുടെ പ്രമേയം പാസാക്കി അന്നു മുതൽ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. ഇംപീച്ച്മെന്റ് നടപടിക്രമം എന്ന് പറയുന്ന ഒരു അർദ്ധനീതിന്യായ ക്വാസി ജുഡീഷ്യൽ പ്രക്രിയയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ്, ആദ്യം ഒരു സഭയിൽ അവതരിപ്പിക്കും, അവിടുന്ന് 1/4 പേര് ആദ്യം ഒപ്പുവെച്ചാലാണ് അവിടെ അവതരിപ്പിക്കാൻ പറ്റൂ. അതിനുശേഷം അതിന് മുമ്പ് 14 ദിവസം മുമ്പ് രാഷ്ട്രപതിക്ക് ആദ്യം അറിയിപ്പ് നൽകണം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് 2/3 ഭൂരിപക്ഷത്തോടെ അവര് പ്രമേയം പാസാക്കി. അപ്പൊ അടുത്ത സഭയിൽ പോകുമ്പോൾ രാഷ്ട്രപതിക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തെ ന്യായീകരിക്കാൻ കഴിയും. അതിനുശേഷം ആ രണ്ടാമത്തെ സഭയിൽ അതേ 2/3 ഭൂരിപക്ഷം, നമുക്കറിയാം 2/3 ഭൂരിപക്ഷം പറഞ്ഞാൽ അത്യാവശ്യം വലിയ ഭൂരിപക്ഷത്തോടെ തന്നെ അത് പാസാക്കിയാൽ മാത്രമേ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ. അടുത്തത്, ഇനി രാഷ്ട്രപതിക്ക് കുറച്ച് അധികാരങ്ങളുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ എന്ന് നോക്കാം. 1. എക്സിക്യൂട്ടീവ് പവർ. 2. നിയമനിർമ്മാണ അധികാരം, സാമ്പത്തിക അധികാരം, നീതിന്യായ അധികാരം, നയതന്ത്ര അധികാരം, സൈനിക അധികാരം, അടിയന്തര അധികാരം. അപ്പോൾ നമുക്കറിയാം കാര്യനിർവഹണം, നീതിന്യായം, നിയമനിർമ്മാണം പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റർ, ജുഡീഷ്യറി, അപ്പോൾ ഇതിൻ്റെതായ അധികാരങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഇത് കൂടാതെ സാമ്പത്തിക അധികാരം, നയതന്ത്ര അധികാരം, സൈനിക അധികാരം, അടിയന്തര അധികാരം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ അങ്ങനെ അടിയന്തര അധികാരം എന്നിവയെല്ലാം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എക്സിക്യൂട്ടീവ് അധികാരം, എന്താണ് അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് അധികാരം എന്ന് നോക്കാം. രാഷ്ട്രപതിയുടെ നാമധേയത്തിലാണ് ഇന്ത്യ ഗവൺമെന്റിലെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. രാഷ്ട്രപതിയുടെ നാമത്തിന്റെ പേരിലാണ് എല്ലാ കൽപ്പനകളും എല്ലാ ഓർഡേഴ്സും ഇറക്കപ്പെടുന്നത്. ആരുടെ പേരിലാണ് എന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയുടെ പേരിലാണ് ഇറക്കപ്പെടുന്നത്. അതുപോലെ തന്നെ യൂണിയൻ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായ രീതിയിൽ നടത്താനും അത്തരം കാര്യങ്ങൾ മന്ത്രിമാരെ ചുമതലപ്പെടുത്താനും ആവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കാനും ആർക്ക് അധികാരമുണ്ട്? നമ്മുടെ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി കുറേ ആൾക്കാരെ നിയമിക്കുന്നുണ്ട്. അതുപോലെ ഈ നിയമിക്കുന്നവർക്ക് രാഷ്ട്രപതിയുടെ എല്ലാവർക്കും അല്ല, ഈ പ്രധാനമന്ത്രി മറ്റു മന്ത്രിമാർക്കൊക്കെ രാഷ്ട്രപതിയുടെ പ്രീതി ഉള്ളിടത്തോളം കാലം അവിടെ തുടരാമെന്നും പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹം ആരെയൊക്കെയാണ് നിയമിക്കുന്നത്, രാഷ്ട്രപതി നിയമിക്കുന്ന അധികാരികൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം രാഷ്ട്രപതി ആരൊക്കെ നിയമിക്കുന്നുണ്ട്? പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, ഇവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പിന്നെ ഗവർണർമാർ, സുപ്രീം കോടതി, ഹൈക്കോടതി, ചീഫ് ജസ്റ്റിസ്, ജഡ്ജിമാർ എന്നിവരെ നിയമിക്കുന്നത് ആരാണ് ചോദിച്ചാൽ അതും രാഷ്ട്രപതിയാണ്. പിന്നെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, പിന്നെ UPSC ചെയർമാന്, അംഗങ്ങൾ, CAG, അറ്റോർണി ജനറൽ, കര, നാവിക, വ്യോമസേനയിലെ സേനാ മേധാവികൾ, കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണാധികാരികൾ, വിദേശ രാജ്യങ്ങളിലേക്കുള്ള അംബാസിഡർമാർ, ഹൈ കമ്മീഷണർമാർ, ഓൾ ഇന്ത്യ സർവീസ് അംഗങ്ങൾ തുടങ്ങിയവരെല്ലാം നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് അധികാരത്തിൽ അദ്ദേഹം നിയമിക്കുന്ന ആരൊക്കെയാണ് ചോദിച്ചാൽ, അതായത് ഈ നിർവഹണം നടത്താൻ വേണ്ടി കുറേ ആൾക്കാരെ അദ്ദേഹം നിയമിക്കുന്നുണ്ട്. അതാരൊക്കെയാണ്? പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, ഗവൺമെന്റ്, സുപ്രീം കോടതി, ഹൈക്കോടതി, ചീഫ് ജസ്റ്റിസ്, ജഡ്ജിമാര്, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, UPSC ചെയർമാൻ്റെ പിന്നെ അംഗങ്ങള്, CAG, അറ്റോർണി ജനറൽ, കര, നാവിക, വ്യോമ സംയുക്ത സേനാ മേധാവികൾ, പിന്നെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണാധികാരികൾ, വിദേശ രാജ്യത്തേക്കുള്ള അംബാസിഡർമാർ, ഹൈക്കമ്മീഷണർമാർ, ഓൾ ഇന്ത്യ സർവീസ് അംഗങ്ങൾ തുടങ്ങിയവരെല്ലാം നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇനി അദ്ദേഹം ആരെയൊക്കെയാണ് നീക്കം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഗവർണർമാരെ നീക്കം ചെയ്യുകയാണ് പറയുന്നത്. ഗവർണർമാർ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, UPSC ചെയർമാൻ അംഗങ്ങൾ, സംസ്ഥാന PSC ചെയർമാൻ അംഗങ്ങൾ,
പക്ഷെ സംസ്ഥാന PSC ചെയർമാനും അംഗങ്ങളും രാജി സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കല്ല, അവരെ നിയമിക്കുന്നതും രാഷ്ട്രപതിയല്ല. പിന്നെ അറ്റോർണി ജനറൽ CAG നീക്കം ചെയ്യുന്നതാണ് പറയുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആൻഡ് അംഗങ്ങൾ, കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, പിന്നെ അംഗങ്ങൾ. അപ്പോൾ ആരിനൊക്കെയാണ് നീക്കം ചെയ്യുന്നത്? ഗവർണർ, സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർ, UPSC ചെയർമാൻ ആൻഡ് അംഗങ്ങൾ, സംസ്ഥാന PSC ചെയർമാന്, അംഗങ്ങൾ, അറ്റോർണി ജനറൽ, CAG, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചെയർമാന്, അംഗങ്ങൾ, കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ എന്നിവരെയെല്ലാം നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇനി അടുത്തത് രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് നിയമം നിർമ്മിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറേ നിയമനിർമ്മാണ അധികാരങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പാർലമെന്റ് വിളിച്ചുകൂട്ടുക, പാർലമെന്റ് സമ്മേളനം നീട്ടിവെക്കാൻ, ലോകസഭ പിരിച്ചുവിടാൻ, ഇവയ്ക്കൊക്കെ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. അതുപോലെ ഈ ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനം വിളിക്കാനും ഇതേ രാഷ്ട്രപതിക്ക് തന്നെ അധികാരമുണ്ട്. എന്നാൽ ഈ ലോകസഭയുടെ സ്പീക്കർ ഈ സംയുക്ത സമ്മേളനം വിളിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. എന്നാൽ ഈ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരായിരിക്കും? ലോകസഭ സ്പീക്കർ ആയിരിക്കും. ലോകസഭ സ്പീക്കറാണ് സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. എന്നാൽ അത് വിളിച്ചു കൂട്ടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണ്. അതുപോലെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ സമ്മേളനത്തിലും അതുപോലെ ഓരോ വർഷത്തിലുള്ള ആദ്യ സമ്മേളനത്തിലും പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുക എന്ന് ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയായിരിക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ അല്ലെങ്കിൽ ബില്ല് കെട്ടിക്കിടക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ പാർലമെന്റിന്റെ സഭകളിലേക്ക് രാഷ്ട്രപതിക്ക് സന്ദേശം അയക്കാനാവും. അതുപോലെ തന്നെ ഈ നമ്മൾ പറഞ്ഞു സ്പീക്കർ, ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, അതുപോലെ രാജ്യസഭാ ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ ഇവരൊക്കെ ഇല്ലാത്ത കാര്യത്താൽ ഇല്ലാതെ എന്തെങ്കിലും കാരണത്താൽ ഒഴിവാണെങ്കിൽ സ്ഥാനങ്ങൾ ഒഴിവാണെങ്കിൽ അപ്പോൾ ആ അംഗത്തെയും ഇല്ലെങ്കിൽ പറഞ്ഞാൽ എന്ത് ചെയ്യാം? രാഷ്ട്രപതിക്ക് ഏത് അംഗത്തിനെ വേണമെങ്കിലും അധ്യക്ഷനാക്കാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ശാസ്ത്രം, കല, സാഹിത്യം, സാമൂഹ്യ സേവനം തുടങ്ങിയ മേഖലയിൽ നിന്ന് ഏകദേശം 12 പേരെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നുണ്ട്. എത്ര പേരാണ്? 12 പേരെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് ആംഗ്ലോ ഇന്ത്യൻസിനെ നാമനിർദ്ദേശം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതില്ല അല്ലേ? എന്തുകൊണ്ടാണ്? 104ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ ആംഗ്ലോ ഇന്ത്യൻസിനെ നോമിനേറ്റ് ചെയ്യുന്നത് നീക്കം ചെയ്തിട്ടുണ്ട്. അതുപോലെ ബില്ലുകളൊക്കെ, ചില പ്രത്യേക ബില്ലുകളൊക്കെ പാർലമെന്റിൽ അവതരിപ്പിക്കണം പറഞ്ഞാൽ എന്ത് വേണം? രാഷ്ട്രപതിയുടെ അനുവാദം ആവശ്യമാണ്. അതുപോലെ കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് ചെലവാക്കുന്നത് സംബന്ധിച്ചിട്ട് അല്ലെ, അതാണ് ഈ പ്രത്യേക അവകാശം കേട്ടോ. സംസ്ഥാനങ്ങളിലെ അതിർത്തികളിൽ മാറ്റം വരുന്നത് സംബന്ധിച്ച്, പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് സംബന്ധിച്ചിട്ടൊക്കെയാണ് പറഞ്ഞാൽ രാഷ്ട്രപതിയുടെ മുൻകൂർ അനുവാദം ആവശ്യമാണ്. അടുത്തതാണ് സാമ്പത്തിക അധികാരം. സാമ്പത്തിക അധികാരം എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ മണി ബില്ല് രാഷ്ട്രപതിയുടെ നിർദ്ദേശാനുസരണം മാത്രമേ പാർലമെന്റിൽ അവതരിക്കാൻ കഴിയുള്ളൂ. അതായത് മണി ബില്ല് എന്ന് പറയുന്നത് രാഷ്ട്രപതിയുടെ നിർദ്ദേശാനുസരണം മാത്രമേ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ പാർലമെന്റിലെ ഇരുസഭകളുടെയും മുമ്പാകെ യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടാൻ കാരണമാകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെ നിർദ്ദേശമില്ലാതെ ധനസഹായം ആവശ്യപ്പെടാനും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മണി ബില്ല് രാഷ്ട്രപതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ എന്ത് ചെയ്യാൻ അവതരിപ്പിക്കാൻ പാടുകയുള്ളൂ എന്ന് പറയുന്നത്. അതുപോലെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ ചെലവുകൾ വരികയാണ് പറഞ്ഞാൽ അത് നമ്മുടെ കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്യണം? തുക വകയിരുത്തണം എന്ന് പറഞ്ഞാൽ അതിന് മുൻകൈ എടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണ്. ഈ രാഷ്ട്രപതി തന്നെയാണ് 5 വർഷം കൂടുമ്പോൾ ഫിനാൻസ് കമ്മീഷണറെ നിയമിക്കുന്നത്. നമ്മൾ കാര്യനിർവഹണാധികാരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ എക്സിക്യൂട്ടീവ് പറഞ്ഞു, നിയമനിർമ്മാണം പറഞ്ഞു, സാമ്പത്തിക അധികാരം പറഞ്ഞു. നമ്മൾ നിയമം നിർമ്മിക്കുന്നത് ആരാണ്? പാർലമെന്റ് ആണ് അല്ലേ? അപ്പോൾ പാർലമെന്റിന്റെ തലവനായിരിക്കുന്നത് ആരാണ്? നമ്മുടെ പ്രസിഡന്റാണ്. അതിൻ്റെ നമ്മുടെ പ്രഥമ പുരുഷൻ. ഏതൊരു നിയമവും അത് ആരുടെ പേരിലാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ അത് പ്രസിഡന്റിന്റെ പേരിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിയമനിർമ്മാണ അധികാരം. പിന്നെ സാമ്പത്തിക അധികാരത്തിലാണ് നമ്മളിപ്പോൾ പറഞ്ഞ മണി ബില്ലിന്റെ കാര്യം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മുൻകൂർ അനുവാദം വേണം. അതുപോലെ അപ്രതീക്ഷിത ചെലവ് എന്ന് പറഞ്ഞ കണ്ടിജൻസി ഫണ്ടിൽ നിന്ന് തുകയെടുക്കാനും അദ്ദേഹത്തിന്റെ അധികാരം ഇദ്ദേഹത്തിന് മുൻകൈ എടുക്കുന്നതും ഇദ്ദേഹമാണ്. അടുത്തതാണ് നീതിന്യായ അധികാരം. നീതിന്യായം എന്ന് പറഞ്ഞാൽ ആരാണ്? ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ? അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെയൊക്കെ നിയമിക്കുന്നത് ആരാണ്?
നമ്മുടെ രാഷ്ട്രപതിയാണ്. അതാണ് നമ്മൾ ഈ നീതിന്യായ അധികാരത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപതിക്ക് എന്താ ചെയ്യാം, മാപ്പ് അധികാരം കൂടി ഉണ്ട് അല്ലേ. മാപ്പ് നൽകാനും ശിക്ഷയിൽ ഇളവ് നൽകാനും ശിക്ഷ നിർത്തിവെക്കാനും ഒക്കെ ഉള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. അത് നമ്മൾ പറയുന്നതായിരിക്കും. അടുത്തത് നയതന്ത്ര അധികാരം. നമ്മൾ പറഞ്ഞു അന്താരാഷ്ട്ര ഉടമ്പടി, കരാറ് ചർച്ച ചെയ്യുന്നതും തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്ന രാഷ്ട്രപതിയുടെ നാമധേയത്തിലാണ്. നമ്മൾ പറഞ്ഞ എല്ലാം രാഷ്ട്രപതിയുടെ നാമധേയത്തിലാണ്. പക്ഷേ ആരുടെ ഉപദേശപ്രകാരമാണ്? പ്രധാനമന്ത്രിയുടെയും കേന്ദ്രമന്ത്രിസഭയുടെയും ഉപദേശപ്രകാരവും എന്നാൽ രാഷ്ട്രപതിയുടെ നാമധേയത്തിലുമാണ് എല്ലാ കരാറുകളായാലും ഉടമ്പടികളായും എല്ലാം എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കപ്പെടുന്നത്, നടപ്പിലാക്കപ്പെടുന്നത്. അതുപോലെ അന്താരാഷ്ട്ര ഫോറങ്ങളിലായാലും അന്താരാഷ്ട്ര വിഷയങ്ങളിലായാലും ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതും രാഷ്ട്രപതിയാണ്. അപ്പോൾ നമ്മൾ രാഷ്ട്രപതിയുടെ നിയമനത്തിൽ അംബാസഡർമാരിനെയും ഹൈക്കമ്മീഷണർമാരിനെയും ഒക്കെ നിയമിക്കുന്നത് ആരാണെന്ന് പറഞ്ഞു? രാഷ്ട്രപതിയാണെന്ന് പറഞ്ഞു. രാഷ്ട്രപതിയുടെ ഓരോ കാര്യങ്ങളും മറ്റൊന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. സൈനികാധികാരം നമുക്കറിയാം. നമ്മുടെ ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ എന്ന് പറയുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. നാവികസേനയായാലും വ്യോമസേനയായാലും കരസേനയായാലും അവരുടെ എല്ലാം തലവന്മാരെ നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിക്ക് യുദ്ധം ആഹ്വാനം ചെയ്യാനും സമാധാനപരമായി യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള അധികാരവുമുണ്ട്. എന്നാൽ ആരുടെ ഉപദേശപ്രകാരമാണ്? പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമാണ് ഇതിന്. അടിയന്തര അധികാരം നമുക്കറിയാം. നമ്മുടെ അടിയന്തരാവസ്ഥയെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്. 3 തരം അടിയന്തരാവസ്ഥ: ദേശീയ അടിയന്തരാവസ്ഥ, രാഷ്ട്രപതി ഭരണം, സാമ്പത്തിക അടിയന്തരാവസ്ഥ. അതിലെന്താണ് ദേശീയ അടിയന്തരാവസ്ഥ? ഏത് ആർട്ടിക്കിളാണ്? 352. രാഷ്ട്രപതി ഭരണോ 356. സാമ്പത്തിക അടിയന്തരാവസ്ഥ വന്നിട്ട് 360 എന്നിവയിലാണ് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരങ്ങൾ നോക്കാം. നമ്മുടെ രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരങ്ങൾ. നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് 3 വീറ്റോ അധികാരം ഉള്ളത് എന്തൊക്കെയാണ്? അബ്സലൂട്ട് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, പിന്നെ പോക്കറ്റ് വീറ്റോ എന്നീ 3 അധികാരങ്ങളാണുള്ളത്. എന്നാൽ പല രാഷ്ട്രങ്ങളിലും 4 അധികാരങ്ങളുണ്ട്. അതിലൊന്നാണ് ക്വാളിഫൈഡ് വീറ്റോ എന്ന് പറയുന്നത്. അതെന്താണെന്ന് പറഞ്ഞാൽ വലിയ ഭൂരിപക്ഷത്തോടെ നിയമനിർമ്മാണ സഭയ്ക്ക് അസാധുവാക്കാൻ സാധിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്വാളിഫൈഡ് വീറ്റോ എന്ന് പറയുന്നത്. നമുക്ക് രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരം എന്താണ് എന്ന് പറഞ്ഞാൽ, പാർലമെന്റ് പാസ്സാക്കുന്ന എല്ലാ ബില്ലിലും നമുക്ക് എന്ത് വേണം? പ്രസിഡന്റ് ഒപ്പുവെക്കണം. പ്രസിഡന്റിന്റെ പേരിലാണ് എല്ലാം നടപ്പിലാക്കപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ സമർപ്പിക്കപ്പെടുന്ന ബില്ലുകൾ ഒന്നിലെ രാഷ്ട്രപതിക്ക് ഒപ്പിട്ട് നൽകാം, അല്ലെങ്കിൽ അത് പിടിച്ചു വെക്കാം, അല്ലെങ്കിൽ അത് തിരിച്ചയച്ചിട്ട് ഇത് നിങ്ങൾ ഒന്നും കൂടി ചർച്ച ചെയ്തിട്ട് ഒന്നുകൂടെ ഇത് ഭേദഗതിയോ ചർച്ച എന്താണെന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ട് കൊണ്ടുവരുമോ എന്ന് പറയാം. അങ്ങനെ തിരിച്ചു വരുന്നത് അതേ രീതിയിൽ തന്നെയാണ് തിരിച്ചു കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാലും, പക്ഷേ രാഷ്ട്രപതിക്ക് അത് ഒപ്പിടാതെ വെക്കാൻ കഴിയില്ല. അത് വീണ്ടും ഒപ്പിട്ട് നൽകണം. എന്നാൽ അത് പിടിച്ചു വെക്കാൻ കഴിയും. എത്ര കാലം വേണമെങ്കിലും അത് പിടിച്ചു വെക്കാനുള്ള അധികാരം ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട്. അതാണ് ഈ വീറ്റോ എന്നതിലൂടെ പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത് ആണ് ഈ പിടിച്ചു വെക്കുന്നതിനെയാണ് അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത്. ബില്ല് തടഞ്ഞു വെക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് എത്ര കാലം വേണമെങ്കിലും ആ ബില്ല് തടഞ്ഞു വെക്കാം. രാഷ്ട്രപതിയുടെ അനുവാദം നൽകാത്തോടത്തോളം കാലം ആ ബില്ല് നിയമമാക്കുകയില്ല. എന്നാൽ ഇത് തിരിച്ചയച്ചു പറഞ്ഞാൽ വീണ്ടും വന്ന രാഷ്ട്രപതിക്ക് അതിൽ ഒപ്പിടാതെ വേറെ വഴിയില്ല. ഇങ്ങനെ ഈ വീറ്റോ അധികാരം നമ്മൾ പറഞ്ഞു. ഫസ്റ്റത്തെ വീറ്റോ അധികാരം എന്താണെന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് വീറ്റോ, അതായത് പിടിച്ചു വെക്കാനുള്ള അധികാരം എന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെ കാരണങ്ങളാണ്? പാർലമെന്റ് പാസ്സാക്കിയ ബില്ല് സ്വകാര്യ ബില്ലായിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഈ പാർലമെന്റ് പാസ്സാക്കിയെങ്കിലും ഈ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതിന് മുമ്പ് ക്യാബിനറ്റ് രാജിവെക്കുകയോ മറ്റോ ചെയ്താലൊക്കെ ഈ ബില്ലുകൾ അദ്ദേഹത്തിന് തടഞ്ഞു വെക്കാൻ കഴിയും. എന്ത് ചെയ്യാൻ കഴിയും? അബ്സല്യൂട്ട് വീറ്റോ പ്രകാരം തടഞ്ഞു വെക്കാൻ കഴിയും. ഇനി എന്നാണ് സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത്. അതായത് രാഷ്ട്രപതിയുടെ മുന്നിൽ അവതരിക്കപ്പെടുന്ന ബില്ല് പാർലമെന്റ് പുനഃപരിശോധനയ്ക്ക് അയക്കുക. നമ്മൾ പറഞ്ഞു അത് തിരിച്ചയക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ആ അയക്കുന്നത് ഭേദഗതിയോടെയോ അല്ലാതെയോ വീണ്ടും സമർപ്പിച്ചു രാഷ്ട്രപതിയിലേക്ക് തന്നെ വന്നാൽ രാഷ്ട്രപതിക്ക് വേറെ ഒരു വഴിയില്ല, അത് ഒപ്പിട്ട് നൽകുക തന്നെ ചെയ്യണം. പക്ഷെ മണി ബില്ലിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു മണി ബില്ല് അവതരിപ്പിക്കണം പറഞ്ഞാൽ തന്നെ അതിന് രാഷ്ട്രപതിയുടെ അംഗീകാരം വേണം പറഞ്ഞു. എന്നാൽ ചില കാരണങ്ങളിലൊക്കെ അല്ലേ രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരം സാധാരണ ഭൂരിപക്ഷത്തോടെ പാർലമെന്റിന് അസാധുവാക്കാൻ കഴിയുന്നതാണ്. ഈ മണി ബില്ലാകുമ്പോൾ രാഷ്ട്രപതിക്ക് ഈ വീറ്റോ പ്രകാരം അതായത് തിരിച്ചയക്കാനൊന്നും കഴിയില്ല.
ഒന്നിലെ അനുവാദം നൽകാം, എല്ലാവരും പിടിച്ചു വെക്കാം എന്നത് മാത്രമാണ് രാഷ്ട്രപതിക്ക് മണി ബില്ലിൻ്റെ കാര്യത്തിൽ കഴിയുകയുള്ളൂ. നമ്മൾ പറഞ്ഞ മണി ബില്ലാകുമ്പോൾ മുൻകൂട്ടി രാഷ്ട്രപതിയോട് എന്ത് നേടണം? നിർദ്ദേശാനുസരണം, രാഷ്ട്രപതിയുടെ മുൻകൂർ നിർദ്ദേശാനുസരണം പ്രകാരം മാത്രമേ അത് അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് അധികാരത്തിലാണ് നമ്മൾ പറഞ്ഞത്? സാമ്പത്തിക അധികാരത്തിലാണ് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി പോക്കറ്റ് വീറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രപതി തൻ്റെ മുന്നിൽ സമർപ്പിക്കപ്പെട്ട ബില്ല് ഒന്നിലെ പാസ്സാക്കാം അല്ലെങ്കിൽ തിരിച്ചയക്കുകയോ ചെയ്യാതെ അനിശ്ചിത കാലത്തിലേക്ക് മാറ്റിവെക്കുന്നതാണത്. അനിശ്ചിത കാലത്തിലേക്ക് മാറ്റിവെക്കുന്നതിനെയാണ് ഈ പോക്കറ്റ് വീറ്റോ എന്ന് പറയുക. നെഗറ്റീവായോ പോസിറ്റീവായോ ആക്ഷൻ എടുക്കാതെ ബില്ല് എന്ത് ചെയ്യുക? ആ കയ്യിൽ തന്നെ വെച്ചിട്ടിരിക്കുന്നതിനെയാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. ഇതിന് കറക്റ്റായ ഒരു തീയതിയൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ഇതേപോലെ ഈ സംസ്ഥാനങ്ങളിലും ഈ ഗവർണറിനും ഇതേ അധികാരങ്ങളൊക്കെ തന്നെ ഉണ്ട്. എന്നാൽ ഗവർണറിന് എക്സ്ട്രാ ഒന്നായിട്ട് ഇത് വേണമെന്ന് രാഷ്ട്രപതിയിലെ പരിഗണനയിലേക്ക് വിടാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴും സംസ്ഥാന നിയമസഭകളുടെ കാര്യങ്ങളിലും രാഷ്ട്രപതിക്ക് ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ കഴിയും. അനുവാദം നൽകാം, പിടിച്ചു വയ്ക്കാം, എല്ലാവരും എന്ത് ചെയ്യാം? ഗവർണറോട് നിയമനിർമ്മാണ സഭയുടെ പുനഃപരിശോധനയ്ക്കായി ബില്ല് തിരിച്ചയക്കാൻ കഴിയും. അതൊക്കെയാണ്. അടുത്തതാണ് രാഷ്ട്രപതിയും അവരുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതിയുടെ ഒരു വിവേചനാധികാരം കൂടിയുണ്ട്. അതും കൂടി നമുക്ക് പോകാം. ഭരണഘടനാപരമായി രാഷ്ട്രപതിക്ക് വിവേചനാധികാരം ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ കൂടി ചില സാഹചര്യങ്ങളിലൊക്കെ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തൻ്റെ വിവേചനാധികാരം ഉണ്ടാവും. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ മന്ത്രിസഭയുടെ നിർദ്ദേശമില്ലാതെ തന്നെ രാഷ്ട്രപതിക്ക് തൻ്റെ ഈ വിവേചനാധികാരം ഉപയോഗിക്കാൻ കഴിയും. അതിനെക്കുറിച്ച് ചോദിച്ചാൽ പറയണം. എന്തുകൊണ്ട്? ലോകസഭയിൽ ഒരു പാർട്ടിക്ക് കൃത്യമായ ഭൂരിപക്ഷം ലഭിക്കാത്ത അവസരത്തിൽ രാഷ്ട്രപതിക്ക് എന്ത് വേണം? അദ്ദേഹത്തിൻ്റെ വിവേചനാധികാര പ്രകാരം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവർ ആരെയാണോ അവരെ എന്ത് ചെയ്യാൻ പറ്റും? പ്രധാനമന്ത്രിയെ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഒരു പാർട്ടിക്കും കൃത്യമായ ഭൂരിപക്ഷം ലഭിക്കാത്ത അവസരത്തിൽ മാത്രം. ഇനി ലോക്സഭയുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ സാധിക്കാതെ വരുമ്പോൾ മന്ത്രിസഭ പിരിച്ചുവിടുന്നത് സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് തൻ്റെ വിവേചനാധികാരം ഉപയോഗിക്കാം. അതുപോലെ മന്ത്രിസഭയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടുമ്പോൾ ലോക്സഭ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ടിട്ടും വിവേചനാധികാരം ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പോൾ പ്രധാനമന്ത്രി അന്തരിക്കുകയാണ് എന്ന് വെച്ചാൽ കൃത്യമായ ഒരു പിൻഗാമി ഇല്ല എന്ന് വെച്ചാലും അദ്ദേഹത്തിന് തൻ്റെ വിവേചനാധികാരം അടുത്ത പ്രധാനമന്ത്രിയെ നിയോഗിക്കുന്നതിൽ തൻ്റെ വിവേചനാധികാരം ഉപയോഗിക്കാൻ കഴിയും. ഇനി നമുക്ക് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് നോക്കാം. നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോഴേ പറഞ്ഞു രാഷ്ട്രപതിയെ നിയമിക്കുന്ന ഭാരതത്തിന് ഒരു രാഷ്ട്രപതി വേണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 52 എന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ 52 എന്ന് പറഞ്ഞു. 54 എന്താ പറയുന്നത്? രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധം രാഷ്ട്രപതി വേണം എന്ന് പറയുന്നത് 52. അത് കഴിഞ്ഞ് 2 ചാടിക്കടന്നുകൊണ്ടാണ് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് എന്താണ്? രണ്ടും കൂടി കൂട്ടി നോക്കാം. 54 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പറയുന്നത്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടണം പറഞ്ഞാൽ അതിന് കുറച്ച് രീതികൾ വേണ്ടേ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പറഞ്ഞു. അപ്പോൾ അതിന് ആദ്യം നമ്മൾ രാഷ്ട്രപതി പറഞ്ഞു. 52 രാഷ്ട്രപതി. 54 എന്താണ്? രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കണം. അപ്പോൾ 55 എന്തായിരിക്കുക? തെരഞ്ഞെടുക്കുന്ന രീതി പറയുന്നതാണ് ആർട്ടിക്കിൾ 55 എന്ന് പറയുന്നത്. 56 എന്താ പറയുന്നത്? രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. അപ്പോൾ 56 രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. 57 എന്താണ് പറഞ്ഞാൽ ഈ കാലാവധി കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ എത്ര തവണ വേണമെങ്കിലും തെരഞ്ഞെടുക്കപ്പെടാനുള്ള അർഹതയുണ്ട്. 58 എന്താ പറയുന്നത്? രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് എന്തൊക്കെ യോഗ്യത വേണം? നമ്മൾ പറഞ്ഞു 35 വയസ്സ്, ഇന്ത്യൻ പൗരൻ, ലോകസഭാംഗമാവാനുള്ള യോഗ്യത, മറ്റ് പദവികളൊന്നും വഹിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 59 എന്താ പറയുന്നത്? രാഷ്ട്രപതി കാര്യാലയത്തെക്കുറിച്ചാണ് പറയുന്നത്. കാര്യാലയവും അതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളൊക്കെയാണ് എന്തിൽ പറയുന്നത്? ആർട്ടിക്കിൾ 59 പറയുന്നത് രാഷ്ട്രപതി കാര്യാലയം അതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളാണ്. അടുത്തത് 60 എന്താ പറയുന്നത്? രാഷ്ട്രപതിയുടെ പ്രതിജ്ഞ. 60 രാഷ്ട്രപതിയുടെ പ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. 52 രാഷ്ട്രപതി വേണം. 53 അദ്ദേഹത്തിന് സഹായിക്കാൻ ആൾക്കാർ വേണം. 54 അദ്ദേഹത്തെ തിരഞ്ഞെടുക്കണം. 55 തിരഞ്ഞെടുക്കാൻ ഒരു രീതി വേണം. 56 അദ്ദേഹത്തിന് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടാലും ഒരു കാലാവധി വേണം. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടാൻ അദ്ദേഹത്തിന് കുറച്ച് യോഗ്യത, ഇത്ര കാലാവധിയിൽ നിനക്ക് നിൽക്കണം പറഞ്ഞാൽ നിനക്ക് എന്ത് യോഗ്യതയുണ്ട് എന്ന് നമ്മൾ ചോദിക്കണം. 57 അപ്പോൾ അടുത്ത എന്താ ചോദിക്കുന്നത്? നിനക്ക് ഇത്ര 5 കൊല്ലം നിൽക്കാൻ നിനക്ക് എന്ത് യോഗ്യതയുണ്ട് എന്ന് ചോദിക്കുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടാനുള്ള അർഹത 57, 58 അദ്ദേഹത്തിൻ്റെ യോഗ്യതകൾ പറയുന്നത്.
59 അദ്ദേഹത്തിൻ്റെ കാര്യാലയത്തെക്കുറിച്ചും 60 രാഷ്ട്രപതിയുടെ പ്രതിജ്ഞയെക്കുറിച്ചുമാണ് പറയുന്നത്. അതുപോലെ 71 എന്താ പറയുന്നത് പറഞ്ഞാൽ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. 65 രാഷ്ട്രപതിയുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ രാഷ്ട്രപതിയായി വർത്തിക്കുന്നത്. അപ്പോൾ രാഷ്ട്രപതി ഇല്ലാത്ത സമയത്ത് ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയാവുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് 65 എന്ന് പറയുന്നത്. 72 രാഷ്ട്രപതിയുടെ മാപ്പധികാരം വരുന്നത്. നമുക്കറിയാലോ, രാഷ്ട്രപതിക്ക് മാപ്പധികാരമുണ്ട്. ആർട്ടിക്കിൾ 72 പ്രകാരം ദേശീയ നിയമത്തിനെതിരെ കുറ്റം ചെയ്തവനും പട്ടാള കോടതി പ്രകാരം കുറ്റം ചെയ്തവനും, ഇങ്ങനെ ഈ 2 കുറ്റം ചെയ്തവർക്കും വധശിക്ഷ വിധിക്കപ്പെട്ടവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? രാഷ്ട്രപതിയുടെ അധികാരമുണ്ട്. നമ്മൾ ഒരാൾക്ക് വധശിക്ഷ വിധിച്ചു കാരണം നമ്മൾ എന്ത് ചെയ്യും? അതിന് മേലെ ഹൈക്കോടതി പോകും, അല്ലെങ്കിൽ ഹൈക്കോടതിന് മേലെ സുപ്രീം കോടതി പോകും. ഇനിയിപ്പോൾ ഇവിടെ ഒന്നും പോയിട്ട് ഒരു കാര്യമില്ല. കാരണം അവസാനം നമ്മൾ എവിടെ പോകും? നമ്മൾ രാഷ്ട്രപതിയുടെ അടുത്ത് പോകും അല്ലേ? ഒന്നില്ലെങ്കിൽ വധശിക്ഷ മാറ്റപ്പെടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മാപ്പധികാരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവാറുണ്ട്. എന്നാൽ ഈ രാഷ്ട്രപതിയുടെ മാപ്പധികാരം എന്ന് പറയുന്ന ഒരു അപ്പീൽ കോടതിക്ക് സമാനമായിട്ടുള്ളതൊന്നുമല്ല. ഇങ്ങനെ രാഷ്ട്രപതി അധികാരം നൽകുകയാണെന്ന് വെച്ചാൽ അതിന് 2 കാരണങ്ങളായിരിക്കും. ഒന്ന്, നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ നീതിന്യായ വിഭാഗത്തിന് വരുന്ന അബദ്ധങ്ങൾ തിരുത്താനുള്ള അവസരം കൊടുക്കുക എന്നുള്ളത്. ഇങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും നീതിന്യായ വിഭാഗത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് തിരുത്താനുള്ള ഒരു അവസരം നൽകുക. പിന്നെ കഠിനവും അനാവശ്യവും എന്ന് രാഷ്ട്രപതി പരിഗണിക്കുകയാണെങ്കിൽ ശിക്ഷാവിധിയിൽ നിന്ന് മോചനം, അതായത് ഇത്രയും ശിക്ഷയൊന്നും അവന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് രാഷ്ട്രപതി പരിഗണിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിന് മോചനം നൽകുക. അപ്പോൾ രാഷ്ട്രപതിക്ക് എങ്ങനെയെല്ലാം ഇളവ് നൽകാം, അല്ലെങ്കിൽ മാപ്പധികാരം എങ്ങനെ ഉപയോഗിക്കാം? ഒന്ന്, അദ്ദേഹത്തിന് മാപ്പ് നൽകുക. മൊത്തത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെങ്കിലും അദ്ദേഹത്തിന് ശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്. അപ്പോൾ കോടതികളൊക്കെ ശിക്ഷയ്ക്ക് വിധിച്ചു. പക്ഷെ പ്രസിഡന്റിന് എന്ത് തോന്നുകയാണ്? അദ്ദേഹത്തിന് മാപ്പ് നൽകാമെന്ന് തോന്നുകയാണ്. കാരണം അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ശിക്ഷയിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ട് മോചിതനാക്കാം. രണ്ടാമത് എന്താണ് പറഞ്ഞാൽ ചുരുക്കുക. അതായത് അദ്ദേഹത്തിന് എന്താണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ വധശിക്ഷ കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിന് എന്ത് ചെയ്യുക? കുറച്ച് കൊടുക്കുക. വധശിക്ഷയെ ഒരു തടവാക്കി കൊടുക്കുക. നമുക്കിപ്പോൾ അറിയാമല്ലേ, പലതും വധശിക്ഷ വിധിച്ചിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? രാഷ്ട്രപതിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വധശിക്ഷ വേണ്ട എന്ന് വെച്ചു, അത് എന്താക്കി മാറ്റി, ജീവപര്യന്തമാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാർത്തകളിൽ കണ്ടിട്ടില്ലേ? അതുപോലെ അല്ലെങ്കിൽ ജീവപര്യന്തമാക്കിയത് അതിനെ ഇത്തിരി കൂടി ചെറുതാക്കി കൊടുക്കുക, അങ്ങനെ ചുരുക്കി കൊടുക്കുക, ശിക്ഷ ചുരുക്കി കൊടുക്കാൻ കഴിയും. അതുപോലെ അതിൻ്റെ കാലാവധി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ 5 വർഷം 6 വർഷമൊക്കെ വിധിച്ചിട്ടുള്ളത് പറഞ്ഞാൽ അത് ഇത്തിരിയും കൂടി കുറവാക്കി കൊടുക്കുക, ശിക്ഷ കാലാവധി കുറച്ച് കൊടുക്കുക. അതുപോലെ ശിക്ഷയിൽ ഇളവ് നൽകുക. എന്തൊക്കെ കാരണങ്ങളാണ്? എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ശാരീരിക വൈകല്യം നേരിടുന്നവരോ, അങ്ങനെ പല കാരണത്താൽ, അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുകയൊക്കെ ചെയ്യണമെന്ന് അവരെ എന്ത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ശിക്ഷ ഇളവ് നൽകുക. അതുപോലെ വധശിക്ഷ താൽക്കാലികമായി നീട്ടിവെക്കുക എന്നിവയെല്ലാം എന്തിൽ വരുന്നതാണ്? നമ്മുടെ രാഷ്ട്രപതിയുടെ മാപ്പ അധികാരങ്ങളിൽ വരുന്നതാണ്. ഇതുപോലെ ഗവർണർക്കും ഇതുപോലെയുള്ള അധികാരങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പോൾ 72 രാഷ്ട്രപതിയുടെ മാപ്പധികാരം പറയുന്നത്. 74 എന്താ പറയുന്നത്? രാഷ്ട്രപതിയെ സഹായിക്കാനും ഉപദേശിക്കാനും മന്ത്രിസഭ വേണം എന്ന് പറയുന്നത്. 53 യൂണിയന്റെ നിർവാഹക അധികാരം രാഷ്ട്രപതിയിലാണെന്നും 74 പറയുന്നത് രാഷ്ട്രപതിയെ സഹായിക്കാനും ഉപദേശിക്കാനും മന്ത്രിസഭ വേണമെന്നുമാണ്. അതുപോലെ ആ മന്ത്രിമാരെ സംബന്ധിച്ചുള്ള മറ്റു വ്യവസ്ഥകൾ, നിയമങ്ങൾ, അവരുടെ നിയമനം എന്തിലാണ്, വേതനം എന്തിലാണ്, കാലാവധി എന്തിലാണ് എന്നുള്ളതൊക്കെയാണ് 75 പെടുന്നത്. 76 പറയുന്നത് ഭാരതത്തിന് അറ്റോർണി ജനറൽ, അവരുടെ എല്ലാം നമ്മുടെ രാഷ്ട്രപതി ഓരോ നിയമനം നടത്തുന്നുണ്ട് അല്ലേ, അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ്. ബാക്കിയുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അടുത്തത് 111 ആർട്ടിക്കിൾ 111 ബില്ലുകൾക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട്. ആർട്ടിക്കിൾ 111 ബില്ലുകൾക്ക് അധികാരങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്. ആർട്ടിക്കിൾ 123 രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് അധികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ആർട്ടിക്കിൾ 143 സുപ്രീം കോടതിയുമായി ആലോചിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അത്യാവശ്യം വലിയ ക്ലാസ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ നമുക്ക് രാഷ്ട്രപതിയെ കുറിച്ചിട്ട് പഠിച്ചിരിക്കാതെ വേറെ വഴിയില്ല. നമുക്ക്
പെട്ടെന്ന് പറഞ്ഞു പോകാം. രാഷ്ട്രപതി എന്ന് പറയുന്നത് രാഷ്ട്രത്തലവനാണ്, ഇന്ത്യയുടെ പ്രഥമ പുരുഷനാണ്, പ്രഥമ പൗരൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ്, സർവ്വസൈന്യാധിപനാണ് എന്ന് പറഞ്ഞു. രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജാണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഈ തെരഞ്ഞെടുപ്പും അദ്ദേഹത്തിന് നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ രണ്ടിലും രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞു തെരഞ്ഞെടുക്കുമ്പോൾ അതിൽ നോമിനേറ്റഡ് അംഗങ്ങളൊന്നും വരത്തില്ല എന്ന് പറഞ്ഞു. തെരഞ്ഞെടുക്കുമ്പോൾ നോമിനേറ്റഡ് അംഗങ്ങൾ വരത്തില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലേ. പക്ഷേ അദ്ദേഹത്തെ നീക്കം ചെയ്യുമ്പോൾ അതിൽ ആര് വരും? നോമിനേറ്റഡ് ഇംപീച്ച്മെൻറ്റിൽ ഈ ഇരു സഭകളിലേക്കും നോമിനേറ്റഡായ വ്യക്തികൾക്ക് പങ്കെടുക്കാൻ കഴിയും. എന്നാൽ ഇവർക്ക് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ല നോമിനേറ്റഡിന്, എന്നാൽ ഇംപീച്ച്മെൻറ്റിൽ പങ്കെടുക്കാൻ കഴിയും. അതുപോലെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയുന്ന സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങൾക്കും ഡൽഹി പുതുച്ചേരിയിലെ നിയമസഭയിലെ അംഗങ്ങൾക്കും അദ്ദേഹത്തെ നീക്കം ചെയ്യുന്നതിൽ പങ്കെടുക്കാൻ കഴിയില്ല. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ ഏതൊരു രാഷ്ട്രപതിയെ എന്ത് ചെയ്തിട്ടില്ല? ഇംപീച്ച്മെൻറ്റ് ചെയ്തിട്ടില്ല. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് നേതൃത്വം നൽകുന്ന ആരാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതിയാണ്. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ കാലാവധി എന്ന് പറയുന്നത്. രാഷ്ട്രപതിയാവാൻ ഇന്ത്യൻ പൗരനാവണം, 35 വയസ്സ് പൂർത്തിയാവണം, ലോകസഭയിലേക്കുള്ള യോഗ്യതയുണ്ടാവണം, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് കീഴിലൊന്നും എന്ത് വഹിക്കാൻ പറ്റില്ല? ഒരു പദവിയും വഹിക്കാൻ പാടില്ല. ഈ ആർട്ടിക്കിൾ അനുച്ഛേദം 61 എന്ത് പറയുന്നത്? രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ഇംപീച്ച് ചെയ്യുന്നതിന് മുമ്പ് 14 ദിവസം മുമ്പ് രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യണം? നോട്ടീസ് നൽകണം. എന്നിട്ട് അത് ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കാൻ തന്നെ 4/1 ഭൂരിപക്ഷം ആവശ്യമാണ്. അതിനുശേഷം അത് സഭയിൽ അവതരിപ്പിച്ച് പറഞ്ഞാൽ 3/2 ഭൂരിപക്ഷത്തോടെ ആ സഭയിൽ നിന്ന് അത് പാസ്സാക്കി രണ്ടാമത്തെ സഭയിൽ പോകുമ്പോൾ രാഷ്ട്രപതിക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അതിലേക്ക് പറയാൻ കഴിയുന്നതാണ്. അതിനുശേഷം ആ സഭയിലും 2/3 ഭൂരിപക്ഷം കിട്ടി പറഞ്ഞാൽ എന്ത് ചെയ്യും? രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതായിരിക്കുമെന്ന് പറഞ്ഞു. രാഷ്ട്രപതി ഇല്ലാത്ത സമയത്ത് ഉപരാഷ്ട്രപതി ഇല്ലാത്ത സമയത്ത് ആർക്ക് ചുമതല വഹിക്കാം? ചീഫ് ജസ്റ്റിസിന്. അങ്ങനെ ചീഫ് ജസ്റ്റിസ് ചുമതല വഹിച്ച ഒരേ ഒരു വ്യക്തിയാണ് ഉള്ളത്. അതാരാണ് ചോദിച്ചാൽ എം ഹിദായത്തുള്ളയാണ്. ആരാണ്? എം ഹിദായത്തുള്ളയാണ് എന്ന് നമ്മൾ പറഞ്ഞു. രാജ്യസഭയിലേക്ക് ഏകദേശം 12 അംഗങ്ങളെ ആർക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റും? രാഷ്ട്രപതിക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. 2 തവണ രാഷ്ട്രപതിയായത് ആരാണ് ചോദിച്ചാലും അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നതും ഇതേ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഏറ്റവും കുറച്ചു കാലം രാഷ്ട്രപതിയായിരുന്ന ആരാണ് ചോദിച്ചാൽ സക്കീർ ഹുസൈൻ ആണ്. ആരാണ്? സക്കീർ ഹുസൈൻ ആണ് ഏറ്റവും കുറച്ചു കാലം രാഷ്ട്രപതിയായിരുന്ന വ്യക്തി. കേന്ദ്ര ധനകാര്യമന്ത്രിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരാണ് ചോദിച്ചാൽ ആർ വെങ്കിട്ടരാമനാണ്. കേന്ദ്ര ധനകാര്യമന്ത്രിയായ ശേഷം രാഷ്ട്രപതിയായ രണ്ടാമത്തെ വ്യക്തിയാണ് പ്രണബ് മുഖർജി എന്ന് പറയുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രപതി KR നാരായണനായിരുന്നു. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഡോക്ടർ S രാധാകൃഷ്ണനാണ്. ആദ്യ മുസ്ലിം രാഷ്ട്രപതി സക്കീർ ഹുസൈനാണ്. അപ്പോൾ അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ രാഷ്ട്രപതിയും ഡോക്ടർ സക്കീർ ഹുസൈനാണ്. രണ്ടാമത്തെ ആളാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന് പറയുന്നത്. ഒരിക്കൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷം വീണ്ടും രാഷ്ട്രപതിയായ ഏക വ്യക്തി എന്ന് പറയുന്നത് നീലം സഞ്ജീവ റെഡ്ഡിയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന നീലം സഞ്ജീവ റെഡ്ഡിയെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് VV ഗിരി എന്ന് പറയുന്നത്. ലോക്സഭ സ്പീക്കർ ആയിരുന്നതിന് ശേഷം രാഷ്ട്രപതിയായതാരാണ്? നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ബിരുദധാരിയല്ലാത്ത ആദ്യ രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ റെഡ്ഡി എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി നീലം സഞ്ജീവ റെഡ്ഡിയാണ്. നമ്മുടെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ഗാനി സെയിൽ സിംഗ് ആണ്. ജ്ഞാനി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതിയും കൂടിയാണ് അദ്ദേഹം. കാർ അപകടത്തിൽ കൊല്ലപ്പെട്ട രാഷ്ട്രപതിയാണ്. എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഏക രാഷ്ട്രപതി എന്ന് പറയുന്നത് നീലം സഞ്ജീവ റെഡ്ഡിയാണ്. എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഉപരാഷ്ട്രപതി ഡോക്ടർ S രാധാകൃഷ്ണനാണ്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി KR നാരായണനാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ KR നാരായണനെതിരെ മത്സരിച്ച മലയാളിയാണ് TN ശേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അറിയാം ഒരുപാട് വലിപ്പമുള്ള ക്ലാസ് ആണെന്ന് അറിയാം. പക്ഷെ നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളേണ്ടത് കൊണ്ടാണ് ക്ലാസ് ഇത്രയും നീണ്ടുപോയത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു ക്ലാസ്സുമായി വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.